നമസ്കാരം, ഞാൻ സിനോബി. ഇടപ്പറമ്പി ഫാംസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ചാലാക്ക മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് ഓമന ചേച്ചി പശു വളർത്തുന്നിടത്താണ്. ഈ ഒരു പശുത്തൊഴുത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ഇവിടെ പശുക്കളെ വാങ്ങാറില്ല. അതിന് പകരമായിട്ട് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇവിടുത്തെ പശുക്കിടാങ്ങൾ മാത്രമാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേനൽക്കാലത്ത് ചൂടിനെ പ്രതിരോധിക്കാനായിട്ട് ഇവിടുത്തെ ചേച്ചി പശുക്കൾക്ക് വേണ്ടി ഒരു ചെറിയൊരു മരുന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഓമന ചേച്ചിയുടെ പശു വളർത്തലാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഓമന ചേച്ചി. ചേച്ചി ഇടപ്പറമ്പി ഫാമിലേക്ക് സ്വാഗതം. അപ്പൊ എത്ര വർഷമായിട്ടാണ് ഈ ഒരു പശു വളർത്തൽ തുടങ്ങിയിട്ട്? ഞാൻ ഒരു 23 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും. 23 കൊല്ലമായിട്ടുണ്ട്. എങ്ങനെയായിരുന്നു പശു വളർത്തേണ്ട? പശു ആദ്യം തന്നെ ഒരെണ്ണത്തിന് വാങ്ങിച്ച് വളർത്തി, പിന്നെ അതിൽ നിന്ന് കുട്ടികളുണ്ടായി. അങ്ങനെ കുട്ടികളെ വളർത്തിയെടുക്കുവാണ്. കുട്ടികൾ വളർത്തിയെടുക്കണേണ്. അതെ, ചേച്ചിയുടെ വീട്ടിലുണ്ടായിരുന്നു. അത് ഇവിടെ വന്നപ്പോ ഇവിടെ വന്നപ്പോ ഞങ്ങൾ വാങ്ങിച്ചാണ്. എത്ര പശു തുടങ്ങിയപ്പോ? അപ്പൊ ഒരെണ്ണം രണ്ടായി. പിന്നെ ഞങ്ങൾ ഒരെണ്ണത്തിന് തുടങ്ങി. പിന്നെ ഞങ്ങള് രണ്ടെണ്ണത്തിന് വാങ്ങിച്ചു. അത് ഞങ്ങൾക്ക് ബ്ലോക്കിൽ നിന്ന് പൈസ കിട്ടി. തൊഴുത്തിനും 2018 തൊഴുത്തൊക്കെ വീണു പോയി. അവിടെയായിരുന്നു തൊഴുത്ത്. ഇവിടെ ആയിരുന്നു തൊഴുത്ത്. ആ ഭാഗത്തായിരുന്നു തൊഴുത്ത്. അപ്പൊ ഞങ്ങൾക്ക് 2018 പശുവിനും തൊഴുത്തിനും കൂടിയുള്ള പൈസ കിട്ടി. അങ്ങനെ തൊഴുത്തൊന്നും ലഭിച്ച്. അപ്പോഴാണ് ഞങ്ങള് ഈ പശു ഒന്നുകൂടി വികസിപ്പിക്കാനായിട്ട്. ഫസ്റ്റ് അവിടെ തുടങ്ങി. അപ്പം ആ ഒരു വെള്ളപ്പൊക്കത്തിൽ തൊഴുത്തെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോ രണ്ടാമത് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ഇത് ഗവൺമെന്റ് സഹായം കൊണ്ട് ഇങ്ങനെ പണിതാണ്? അതെങ്ങനെയാണ്? ഗവൺമെന്റ് സഹായം കൊണ്ടും ഞങ്ങളുടെ സ്വന്തം കാശുകൊണ്ട്. ഇതില് സ്വന്തം കാശ് കൊണ്ടാണ്. ഇവിടുത്തെ പശുക്കളൊക്കെ ഇവിടെ ഉണ്ടായതാണോ? ഇവിടെ ഉണ്ടായതും ഉണ്ടായി, വാങ്ങിച്ചതാണ്. വാങ്ങിക്കുമ്പോ ചേച്ചി ഏതിനത്തില് വാങ്ങിക്കണ? അപ്പൊ വാങ്ങിച്ചത് അങ്ങനെ എനിക്ക് ഏതാണെന്ന് അറിഞ്ഞൂടാ. ആ പശുവിനെ കാണുമ്പോ ഇഷ്ടപ്പെടും, അതിന് വാങ്ങും. ഇഷ്ടപ്പെടും. പാലുള്ള പശുക്കളാണ് നമ്മൾ വാങ്ങണേ? പാലുള്ള പശു ആയിരിക്കണോ? അല്ല, എന്നാലല്ലേ ഞങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു 10 ലിറ്റർ മിനിമം ഉള്ളതാണ് ഞങ്ങളുടെ വാങ്ങുന്നത്. അപ്പൊ പശുക്കൾക്ക് തീറ്റ കൊടുക്കണ എന്താ? തീറ്റ കൊടുക്കണത് പുല്ലും കൊടുക്കും, വൈക്കോലും കൊടുക്കും, കേരള ഫീഡ്, കയസ്, പിന്നെ തവിട് കൊടുക്കും. അപ്പൊ ഇവിടുത്തെ പശു വളർത്താൻ രീതി എങ്ങനെയാണ്? ഇവിടുത്തെ പശുക്കള് ഈ പശുവൊക്കെ ഇവിടെ പ്രസവിച്ചുണ്ടായ പശുവാണ്. ഉണ്ടായതാണ്. ഇതിന് 8 ലിറ്റർ. ഇത് ജേഴ്സി ക്രോസ് ആണ്. ജേഴ്സി ക്രോസ്. ഇതിന് പാല് കൂടുതലുള്ള പശുവാണ്. ഇതിന്റെ ഇനം ഏതാണെന്ന് എനിക്ക് അത്ര കൃത്യമായിട്ട് അറിയില്ല. ഇവിടെ ഉണ്ടായത് തന്നെയാണത്. ഉണ്ടായ പശുവാണ്. എൻ്റെ കുട്ടി, ഇതിൻ്റെ കുട്ടി ചത്തുപോയി. അത് പ്രസവിച്ചപ്പോ എന്തോ ഒരു ഇതില് ശ്വാസം കിട്ടാണ്ടോ എങ്ങനെ ചത്തുപോയി. ഏറ്റവും കൂടുതൽ മൂപ്പുള്ളത് ഇവള്. ഇതിപ്പോ 4 കഴിഞ്ഞ്. ഏകദേശം എത്ര പ്രസവം വരെ നമ്മൾ നിർത്തും? അത് പശുവിന്റെ ആരോഗ്യം അനുസരിച്ചാണ് നമ്മൾ നിർത്തണത്. 5-6 പ്രസവം വരെ നിർത്തും. ഇപ്പൊ ഇത് 4 കഴിഞ്ഞിട്ടുണ്ട്. 5ാമത്തെ ഇപ്പൊ ഈ മാസം പ്രസവിക്കുന്നത്. കുട്ടികളെ വളർത്തിയെടുക്കണതാണ് നല്ലത് നമുക്കിപ്പോ. കുട്ടികളെ വളർത്തിയെടുക്കുമ്പോ നമ്മളുടെ ഇഷ്ടത്തിന് ഇതിനെ തടകി കുളിപ്പിക്കാനും കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റും. ഇത് നമ്മുടെ കിടാങ്ങളാകുമ്പോ നമുക്ക് അറിയാൻ പറ്റും. അതിന്റെ രീതികളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. തട്ടും കുത്തൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇവരേക്ക് ഇപ്പൊ എവിടെ തൊട്ടാലും ഇവർക്ക് ഇക്കളിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. തട്ടും കുത്തൊന്നും ഉണ്ടാവില്ല. ശീലിപ്പിച്ചെടുക്കും. അങ്ങനെ പുറത്തുനിന്ന് ഒരു പശുവിനെ വാങ്ങണേക്കാളും നല്ല നമുക്ക് കുട്ടികളെ വളർത്തിയെടുക്കണതായിരിക്കും. ഈ പുറത്തുനിന്ന് പശുക്കളെ മേടിച്ചാൽ അതിന് പല പല രോഗങ്ങളും ഉണ്ടാവും. പിന്നെ നമ്മൾ ഈ പശുക്കളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് പാകത്തിന് വീട്ടിലുള്ള പശുവിൻ്റെ വഴി കറക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. പാലും കുറയും. പാലെന്തായാലും കുറയും. പിന്നെ അത് നമ്മളായിട്ടൊന്ന് ഇണങ്ങി വരണം.
ഇണങ്ങി വന്നാലാണ് അവർ പറഞ്ഞ പാല് നമുക്ക് കിട്ടുള്ളൂ. പറഞ്ഞ പാല് തന്നെ കിട്ടണമെന്നില്ല. ഇല്ല. ചിലപ്പോ കിട്ടും, ചിലപ്പോ കിട്ടൂല. എന്നാലും ഞങ്ങൾ കൂടുതൽ പശുക്കളെയൊന്നും ഇവിടെ മേടിക്കലില്ല. 2 പശുവിന് വാങ്ങിച്ച് അത് രണ്ടും കൊടുത്ത്. പക്ഷെ നമ്മളിവിടെ ഉണ്ടായ കുട്ടികളെ നമ്മൾ ചേന പിടിപ്പിച്ചിട്ട് അതിന് നിർത്തുവാണ് നല്ലതല്ലേ? നല്ലത്. അങ്ങനെയാണ് ഇവിടെ ഉള്ളതൊക്കെ. ഇവരെയൊക്കെ ഇവിടെ ഉണ്ടായതാ, ഉണ്ടായ പശുക്കളാ. ഇതും അതെ. ഇതിന് മുഴപ്പശു എന്ന് പറയും, കൊമ്പില്ലാത്ത പശു. ഇവൾക്ക് ഇപ്പോഴും 12 ലിറ്റർ പാല് കിട്ടുന്നുണ്ട്. അല്ല, ഇവളെ കൊണ്ട് കുഴപ്പമില്ല. കറക്കാനും ഇപ്പം എവിടെ പിടിച്ചാലും നമുക്ക് അവള് അനങ്ങാണ്ട് നിൽക്കും. അവളെ കൊണ്ട് ഒരു കുഴപ്പമില്ലേ. ഞാനാണ് ഇവളെ കറന്നുകൊണ്ടിരുന്നതൊക്കെ. അപ്പൊ ഇവൾക്ക് ഒരു കുഴപ്പമില്ല, ആർക്കും കുഴപ്പമില്ല. ഞാനിവിടെ കറന്നുകൊണ്ടിരുന്നു. ഞാനാണ് ഇപ്പൊ എനിക്ക് ഈ കയ്യും കാലൊക്കെ മരവിപ്പ് കാരണം കൊണ്ട് ഈ ആ 2 നിക്കണ കിടാക്കളില്ലേ, അത് 2 ഇവളുടെ കിടാക്കളാണ്. ഇതിപ്പോ ഒരു 4 കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ചേച്ചിയുടെ അഭിപ്രായത്തിൽ പശുക്കളുടെ ആരോഗ്യം അനുസരിച്ചാണ് ഇവിടെ പശുക്കളെ നിർത്താറുള്ളൂ. അപ്പൊ 2018 ശേഷമല്ലേ ഈ പശുത്തൊഴുത്ത് പണിതത്? ഏകദേശം ഈ പശുത്തൊഴുത്ത് പണിന് എത്ര എമൗണ്ട് ആയിട്ടാണ്? ഒരു തൊഴുത്തിന് മാത്രം ഒരു 3 ലക്ഷം രൂപ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ തറയിലുള്ള മണ്ണും പിന്നെ ഇതിന്റെ പണിക്കാശും ഈ മുകളിലെ ഷീറ്റ് വിരിച്ചതും എല്ലാം കൂടി ഒരു 3 ലക്ഷം രൂപ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ അതിനുശേഷം ഞാൻ ഡയറിയിൽ നിന്ന് ഒരു 40,000 രൂപ എടുത്തിട്ടുണ്ട്. ക്ഷീരവർദ്ധിനിക്ക് എന്നും പറഞ്ഞു. അത് 40,000 രൂപ എടുത്ത് എല്ലാ ആഴ്ചയിലും അവര് പിടിക്കും. 500 രൂപ വെച്ച് പിടിക്കും. അതിൽ നിന്നാണ് പിടിക്കുന്നത്. അങ്ങനെ പിടിക്കും, നമുക്കറിയില്ലല്ലോ. അപ്പൊ ഇവിടെയൊക്കെ ഇങ്ങനെ തുറന്നിടക്കായിരുന്നു സൈഡൊക്കെ. അപ്പൊ മതിലുണ്ടായില്ല. അപ്പൊ ഞാൻ ഇവിടെ ഷീറ്റ് വെച്ച് കിട്ടിയേക്കായിരുന്നു. ഇത് പണതപ്പ ആ പൈസ കിട്ടിയപ്പോ ഇത് പണത് ഇതിന്റെ സൈഡ് കെട്ടി പശുവൊക്കെ ചാടി പോവാതിരിക്കാൻ വേണ്ടി കെട്ടി. ഇപ്പൊ കിടാവിനെയൊക്കെ ഈ സൈഡിൽ കെട്ടും. പശുവിനെ സൊസൈറ്റിന്ന് എടുത്തിട്ട് പിന്നെ രണ്ടാമത് ഈ മതിലൊക്കെ ഒന്ന് പണിത്. ഈ ഒരു പശുത്തൊഴുത്തിൽ ഇപ്പൊ എത്ര പശുക്കളെ നിർത്താം? ഇതില് 12 പശു വരെ ഉണ്ടായി. സ്വാഭാവികമായിട്ട് ഇപ്പൊ ഇവിടെ 3 എണ്ണുള്ളൂ, കിടാവ് ഉൾപ്പെടെ. ഇപ്പൊ 2 സെക്ഷനായിട്ട് നമുക്ക് നിർത്താൻ പറ്റില്ല. ഇവിടെ പശുവിനെ നിർത്തി കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ കിടാവിനെ നിർത്തും. അങ്ങനെ നിർത്തുന്നുണ്ടോ? ആ 3 പേര് സൈഡിലാ നിക്കണേ. അഭിപ്രായത്തിൽ ഈ പശു വളർത്തൽ നല്ലതാണോ? പശു വളർത്തലെന്ന് പറഞ്ഞാൽ ഞങ്ങള് ലാഭം നഷ്ടം നോക്കിയിട്ടല്ല, നമ്മുടെ തൊഴുത്തിലുണ്ടായതാണല്ലോ. അപ്പൊ ഞങ്ങള് അത് ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് പോണ്. പിന്നെ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ ഇതുകൊണ്ട് ജീവിച്ചു പോകാല്ല, ജീവിച്ചു പോകാൻ പറ്റൂല. നമ്മളുടെ നിത്യജീവിതം ഇപ്പൊ അച്ഛനും അമ്മേനെയൊക്കെ പട്ടിക്കൂട്ടിലും വാടക വീട്ടിലൊക്കെ ഉപേക്ഷിച്ച് പോണ കാലഘട്ടമാണ്. അപ്പം അങ്ങനത്തെ ഒരു സ്ഥിതി ഇല്ലാതിരിക്കാൻ വേണ്ടി ഞങ്ങളുടെ സ്വന്തം ഒരു തൊഴിലായിട്ട് ഞങ്ങൾ കൊണ്ടുവരുന്നു. ഞങ്ങളുടെ ഒരു നിത്യജീവിതം നടക്കണ നേരം വരെ കഴിച്ചു കൂട്ടാൻ വേണ്ടി. അതുകൊണ്ട് ഞങ്ങൾക്ക് നഷ്ടമില്ല. ഞങ്ങളുടെ കയ്യിൽ എപ്പോഴും പൈസ ഉണ്ടാവും. ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ചെലവ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. സ്വന്തമായിട്ട് പണിയെടുക്കാം. വീട്ടിൽ തന്നെ ഞാൻ തൊഴിലുറപ്പിന് പോയിട്ടിരുന്നു. അപ്പൊ അച്ഛന് വയ്യാതായി. അപ്പൊ ഞാൻ പോകുമ്പോ ഞാൻ എന്തെങ്കിലുമൊക്കെ സഹായിച്ചു കൊടുത്തോണ്ട് പോകും. അപ്പൊ അച്ഛൻ നോക്കിക്കോളൂ ഇതിനെ. സഹായിക്കും തന്നെ. അപ്പോൾ ചേച്ചിയുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച് നന്ദി പറയുന്നു. ഇനിയും നല്ല രീതിയിൽ പശുക്കളെ വളർത്താൻ സാധിക്കട്ടെ. അപ്പോൾ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഓമന ചേച്ചിയുടെ പശു വളർത്തലാണ്. ഇതോടെ ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.